ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അല്ലുക്കുട്ടനെ റെഡിയാക്കാണ് അഞ്ചു ചേച്ചിയാണ് നമ്മുടെ 3 പിള്ളേരുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് കേട്ടോ. അപ്പം ഞങ്ങൾ കൊടുങ്ങല്ലൂർക്ക് പോകാൻ നിൽക്കുകയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. കാശി കൊടുക്കും അല്ലോ കാശി അതിന് കാശി കാശി അഞ്ചു അമ്മയുടെ മോനെ വെല്ലി 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 വെല്ലി. അപ്പോൾ ഇതേ കളറുള്ള ബ്ലൗസൊക്കെ എടുത്തിട്ട് ഒരു 5 ചേച്ചി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പ്രധാനമായിട്ടും പോണത്, ഞാൻ കഴിഞ്ഞ ദിവസം ഡോക്ടറെ കാണിച്ചപ്പോൾ കുറച്ച് വൈറ്റമിൻ ഗുളികകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്തായാലും വാങ്ങിക്കണം. പിന്നെ എനിക്ക് കുഞ്ഞി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിതേ കൊടുങ്ങല്ലൂർക്ക് പോവാണ് ഗൈസ്. അപ്പോൾ അതേ നമ്മൾ രാവിലെ ഇറങ്ങാന്ന് പറഞ്ഞാൽ നമ്മളാട്ടോ പറഞ്ഞ് ഉച്ചയായിട്ടുണ്ട്. കറക്റ്റ് ചോറിൻ്റെ സമയത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ നന്നുമോൻ ഉറങ്ങിയിട്ടുണ്ട്. നന്നുമോൻ എപ്പോഴും ഇപ്പം രാവിലെ ഉറങ്ങും. ഞാൻ മാക്സിമം രാവിലെ ഉറങ്ങാൻ സമ്മതിക്കാറില്ല. ഈ ഒരു സമയത്ത് ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാനേ ഞാൻ കൂടുതലായിട്ട് നിർബന്ധിക്കാറുള്ളൂ. കാരണം വേറെ ഒന്നല്ല, അപ്പോൾ വൈകുന്നേരം ഒരു 7-8 മണിയോട് ഇട്ട് വേഗം കിടന്ന് ഉറങ്ങിക്കോളും. അല്ലെങ്കിൽ പിന്നെ കുറേ നേരം കഴിയണം. ഇവിടെ ഒരാളിപ്പോൾ ഉറക്കത്തിൻ്റെ ഒരു മൂഡിലാട്ടോ. നമ്മളിപ്പോൾ പോണത് കൊടുങ്ങല്ലൂർക്കാണ്. ഒരുപാട് ആൾക്കാരുടെ കാര്യങ്ങൾ നിറവേറ്റാനാണ് പോണതല്ലേ. എനിക്ക് പ്രധാനമായിട്ടും എനിക്കും 1-2 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ അഞ്ചു ചേച്ചിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. പാറുവിൻ്റെ ഒക്കെ ഒരു ഫംഗ്ഷനൊക്കെ വരുന്നുണ്ട്. നമ്മുടെ വീട്ടിലല്ല, സ്കൂളിൽ. ഓ എന്തിട്ടാ കണ്ടത് അവിടെ കണ്ടു അല്ലേ? സ്റ്റാർ കണ്ടൂല അമ്മന് പോവാൻ. ഓക്കെ. അപ്പൊ പാറിന് സ്കൂളിൽ പരിപാടിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛന്റെ ഏറ്റവും വലിയൊരു സംഭവം ഇന്നലെ ഉടഞ്ഞു. ഫോൺ. നല്ല ഫോൺ തകരാറിലായിരുന്നു. അത് ആരുടെയോ നമ്മുടെ പിള്ളേർ സെറ്റിന്റെ ആരുടെയോ കയ്യിൽ നിന്ന് താഴ്ത്തി വീണതാണ്. ഡിസ്പ്ലേ പോയിട്ടുണ്ട്. ഫോൺ വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. ആൾക്കാർ വിളിക്കുന്നത്, ഫോൺ കോളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അച്ഛൻ ഭയങ്കര സാഡ് അടിച്ചിരിക്കുകയാണ്. കാരണം അച്ഛൻ ഏറ്റവും കൂടുതൽ ഫോണിലാണ് ഇരിക്കാറ്. പണ്ടത്തെ ദൈവങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട്, ദൈവങ്ങളുടെ അല്ലടാ അങ്ങനെയല്ല, എനിക്ക് ആ പണ്ടത്തെ അമ്പലങ്ങളിലൊക്കെ പാട്ടുണ്ടാവില്ലേ, പണ്ടത്തെ ദൈവങ്ങളുടെ പാട്ട്, ആ പണ്ടത്തെ ഭക്തിഗാനങ്ങള്, പിന്നെ ഓണങ്ങളി എന്നല്ല പറയാ, ഓണംകളികള്, പിന്നെ ഓരോ നാഗത്തിന് തുള്ളുന്ന പാട്ടുകൾ, ഇതൊക്കെയാണ് അച്ഛന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്താ പറയാ സംഭവങ്ങള്. അച്ഛൻ ഈ പിള്ളേര് താരാട്ട് പാട്ട് കേട്ട് ഉറങ്ങുന്ന പോലെ അച്ഛൻ ഇതേപോലത്തെ തുള്ളൽ ഗാനങ്ങളൊക്കെ കേട്ടിട്ട് ഉറങ്ങുക. അച്ഛൻ ഉറങ്ങിപ്പോവും. അച്ഛന്റെ ഫോൺ ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. അമ്മ പറയും ചില ദിവസങ്ങൾ, അയ്യോ ഇത് കേട്ടിക്ക് മടുത്തത്, ഉറങ്ങാനും പറ്റില്ലെന്ന് അറിയാം. പിന്നെ നമ്മുടെ വീട്ടിലെ അച്ഛനും ചേട്ടനാണെങ്കിൽ TV-ല് നമ്മൾ വോളിയം വെക്കുന്ന പോലെ ഫോണിൽ ഒരു സാധനം ഇരുന്ന് കാണുകയാണെങ്കിൽ വീട് ഫുള്ളും കേൾക്കാം. ഞങ്ങളൊക്കെ എന്തോരം പറയുന്നവരൊന്ന് വോളിയം കുറച്ച് വെക്കും, വോളിയം കുറച്ച് വെക്കും. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അത് അവർ കേൾക്കൂല. അതപ്പോൾ ഞങ്ങൾ പറയാറില്ല, ഞങ്ങൾക്കത് ശീലായി. അപ്പൊ അച്ഛൻ ഭയങ്കര സാഡ് അടിച്ചിരിക്കുകയാണ്. ഈ ഫോണൊന്ന് കൊണ്ടുപോയിട്ട് നന്നാക്കണം. എന്തെന്നെ കിട്ടുമോ അറിയില്ല, എന്നാലും കൊടുത്തു നോക്കാം. അച്ഛൻ എന്നെ ഇന്നലെ പറഞ്ഞു ഫോണില്ലാത്തൊരവസ്ഥയെന്ന് പറഞ്ഞിരിക്കുക. എന്തായാലും അച്ഛന് ഒരുപാട് കോളും സംഭവങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ്. അച്ഛന് അത്യാവശ്യമാണ്, സെറ്റ് ആക്കണം. ഇവിടെ ഒരാളിപ്പതേ തൂങ്ങി തുടങ്ങിയിട്ടുണ്ട്. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവര് ശരിക്കും പുറത്ത് പോവാം എന്നുള്ള രീതിയിലായി തുടങ്ങി. കാരണം വീട്ടിലുള്ള ഡ്രസ്സും പുറത്ത് പോകുമ്പോഴുള്ള ഡ്രസ്സൊക്കെ ഇവർക്ക് നന്നായിട്ട് എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ട്. കാരണം ഇവര് വീട്ടിലെ മുണ്ട എടുക്കുക, പുറത്ത് പോകുമ്പോൾ പുതിയ ഷർട്ടും അതേപോലെ തന്നെ പാൻറ് ഇടുമ്പോൾ കിടാങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ട്. അപ്പൊ ഇത് നോക്കായിരുന്നു എന്റെ ഡ്രസ്സ്. ആദ്യം കണ്ടിട്ടില്ല. നമ്മുടെ അഞ്ചു ചേച്ചിയുടെ ഡ്രസ്സാട്ടോ. അഞ്ചു ചേച്ചിക്ക് കുറെ കമന്റ്സ് ഒക്കെ വന്ന ഡ്രസ്സാണ് ഈ ഒരു ടോപ്പിലേക്ക്. കുറെ പേർക്ക് ഇഷ്ടപ്പെട്ട് എടുത്തൊക്കെ ഡ്രസ്സാണ്. അപ്പൊ ഞാനൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ ഇട്ടപ്പോ കുറച്ച് ലൂസ് ഉണ്ട്, പക്ഷെ എനിക്ക് നല്ല സുഖം ഇടാനായിട്ട്. ആണോ? സത്യമാണോ? കുറച്ച് ലൂസ് ഉണ്ട്. അതോടെ ലൂസ് എനിക്ക് ഇഷ്ടമാണ് ഇടാനായിട്ട്. എന്റെ എല്ലാ ഡ്രസ്സും ഭയങ്കര ലൂസായിട്ടുണ്ടാവും. പക്ഷെ ഇത് ഈ ഒരു സംഭവം എനിക്ക് പത്തിയും ലൂസായി പോയി. പക്ഷെ എനിക്ക് നല്ല എന്താ പറയാ, തുണിയൊക്കെ ആ ഒരു റേറ്റിന് ഭയങ്കര കംഫർട്ടബിൾ ആണ്.
എന്താ പറയാ ഇതൊക്കെ കാണുന്ന ആൾക്കാർക്ക് വിചാരിക്കേണ്ടത് എവിടെ നിന്ന് വാങ്ങിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഓൺലൈനിൽ എടുത്താട്ടാ, നമ്മളെല്ലാം ചേച്ചി ഓൺലൈനിൽ എടുത്തതാണ്. ഇപ്പൊ ചേച്ചിയുടെ ഡ്രസ്സുകൾ ഞാൻ അടിച്ചു പറ്റാറുണ്ട്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്താണ്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ എന്തായാലും കൊടുക്കാട്ടോ. കയറി വാങ്ങിച്ചു. നല്ല അഫോർഡബിൾ പ്രൈസ്, നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുന്നത് അല്ലാതെ ഈ പറഞ്ഞ പോലെ തന്നെ ആ പൈസയ്ക്ക് അനുസരിച്ചുള്ള സംഭവങ്ങളല്ല. പക്ഷെ ചില പ്രൊഡക്റ്റ് നമ്മൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പൊ അതിന്റെ ലിങ്ക് വേണ്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ താഴെ കൊടുക്കാം ഗൈസ്. എത്രയിലാടാ പഠിക്കണേ? ആണോ? ഇവിടെ സ്കൂളില്. ഓക്കെ ബൈ. എന്താ പേര്? ആദ്രിക. നല്ല പേരാണല്ലോ. കഴിഞ്ഞ സെലിബ്രേഷൻ കഴിഞ്ഞ വീട്ടിൽ പോണം. ഓക്കെ. ഫുഡ് ഉണ്ടായിരുന്നില്ല അപ്പൊ? ഫുഡ് ഉണ്ടായിരുന്നു, ഇഷ്ടമുള്ളവർക്ക് കഴിക്കും. അതെ അതെ. എന്തിനാണ് ഫുഡ്? ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ കഴിച്ചില്ല. അതെ അല്ലേ. നിങ്ങളപ്പോ പുറത്ത് പോയിട്ട് കഴിക്കാനുള്ള പരിപാടിയിലാണല്ലേ ഗൈസ്? ശരി പോട്ടെ. അപ്പൊ ഇതൊരു ജസ്റ്റ് ഡേ മൈ ലൈഫ് പോലത്തെ വ്ളോഗാ. ഞാൻ ചേട്ടനെ കണ്ടിരുന്നു, ചേട്ടൻ അല്ലോ ബൈ പറയ്. ബൈ. ഫ്ലൈയിങ് കിസ് കൊടുക്ക് ചേച്ചിക്ക്. ഫ്ലൈയിങ് കിസ് കൊടുത്ത. ഇന്നാണെങ്കിൽ എല്ലാവർക്കും ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ സ്കൂളിലും ഇതേപോലെ തന്നെ റെഡും വൈറ്റും ഒക്കെ ഇട്ടിട്ട് കുറേ പിള്ളേരെ കണ്ടു. അപ്പോൾ കുറച്ച് പേരൊക്കെ നമ്മുടെ അടുത്തൊക്കെ വന്ന് സംസാരിച്ചൊക്കെ ചെയ്തു. നമ്മൾ സ്ക്രീൻ കാർഡ് വാങ്ങിക്കാൻ കയറിയപ്പോൾ സ്ക്രീൻ കാർഡ് വാങ്ങിക്കുന്ന കട അടച്ചിട്ടിരിക്കുകയാണ്. നീൽച്ചൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കടയായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ പോണത് എനിക്കൊരു സാധനം എന്താ വിളിച്ചാൽ നമ്മളിപ്പോൾ വണ്ടിയുടെ ബൾബ് മാറ്റാൻ വന്നിരിക്കുകയാണ്. ബൾബ് റൈറ്റ്. അച്ഛൻ കൊണ്ടുപോകണ്ടാ. അച്ഛനെ വിളിച്ചല്ലോ. അച്ഛാ ഇടുക്ക് പറയ്. ഞാൻ വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ അച്ഛമ്മയും മോനും നല്ല ഉറക്കത്തിലാന്നാട്ടാ പറഞ്ഞത്. അയിനൂസ് നല്ല ഉറക്കത്തിലാണ്. അതിനോട് കാലത്തൊരു ഉറക്കം പതിവാണ്. ഇങ്ങനെയാണെങ്കിൽ ഒരു 3 മണി 4 മണിയൊക്കെ ആവാണ്ട് ഉറക്കം വരില്ല. എങ്ങനെ പറയാ? ഇടുക്ക് ഇടുക്ക് എന്ന് പറയും. ഇടുക്ക്. വെരി ഗുഡ് ബൈ. പിന്നെ തന്നെ കഴിച്ച് ഞാൻ ഈ കഴിഞ്ഞ ദിവസം പൊതിച്ചോറിന് വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് കമൻസുകൾ ഞാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. നമ്പർ 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കിയത് കണ്ടിട്ട് അഞ്ചു ചേച്ചിക്ക് ഭയങ്കര കുശുമ്പാണ്. നമ്പർ 2 എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചു ചേച്ചി ഉയർന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര കുശുമ്പാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിൽ അവിടെ ഇല്ല. അത് ചിലപ്പോൾ അവരുടെ കാഴ്ചപ്പാടിൻ്റെ ആയിരിക്കും. കുറച്ച് വീഡിയോസ് കാണുമ്പോൾ അതിൽ തോന്നുന്നതായിരിക്കും. പക്ഷെ എനിവേ അങ്ങനെയൊന്നും നമ്മുടെ ഇടയിലില്ല. ഞങ്ങൾ ചിന്തിക്കലും കൂടി ഇല്ല. എന്നിട്ടും അങ്ങനത്തെ കമൻസ് കാണുമ്പോൾ എന്നെ പ്രത്യേകമായിട്ട് നാടി വലയ്ക്കും. ഇങ്ങനെ ചിന്തിക്കണേന്ന് വിചാരിക്കും. കുശുമ്പ്, ഒരാൾ ഉയരുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടാവില്ല, എപ്പോഴും താഴ്ത്തി കെടുക്കാൻ ശ്രമിക്കും. അങ്ങനെ എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. എന്തായാലും അങ്ങനെ ചിന്താഗതി ഉള്ളവരോട് പറയാനുള്ളത് അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ തന്നെ നമ്മുടെ ലൈഫ് പോയി. നമ്മൾ ആർക്കായാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നല്ലത് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ കം ടു ദ പോയിന്റ്. അപ്പോൾ നിഖിൽ ചേട്ടൻ്റെ എനിക്ക് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിരിക്കട്ടെ. അപ്പോൾ അല്ലൂസ് വാശിയുള്ളതുകൊണ്ട് ഞാനും ഇറങ്ങിയില്ല, ചേട്ടൻ ഒറ്റയ്ക്ക് പോയുള്ളൂ. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് സിജമ്മേരെ അടുത്തേക്കാണ്. സിജമ്മേരെ കയ്യിൽ പാറിൻ്റെ ഒരു പാദസരം ഉണ്ട്, അത് വാങ്ങിക്കാനാണ് വന്നിട്ടുള്ളത്. സിജീമ ചോറ് കഴിക്കാണോ അമ്മ? ചായത്തുണ്ട് ഞങ്ങള്. ആ ശരിട്ടാ. അമ്മ വരാന്ന് പറഞ്ഞു. കൂടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവോ? കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞില്ല ഭക്ഷണം കഴിക്കായിരിക്കും. ഉച്ച സമയത്ത് എല്ലാരും ഭക്ഷണം കഴിക്കൂലേ? ഓ നമ്മളിപ്പോ എന്താ ചെയ്യണപ്പോ? നമ്മള് കാറിന്റെ ഉള്ളിൽ ഇരിക്കല്ലോ, ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ. അല്ലോ സിജി വരുന്നേ. സിജി അമ്മമ്മ വരുന്നേ. പറഞ്ഞോളൂ. കഴിച്ചമ്മ ദൈവമേ കഴിക്കണോടത്ത് ഇറങ്ങി പോന്നാ വരുന്നില്ലേ? കഴിഞ്ഞു. എന്താ കറി? വഴുതനങ്ങ. സ്വന്തം വീട്ടിലെ വഴുതനങ്ങ ഒലത്തിയത് കറി വെച്ചത്. തലമുടി അതാ അടിച്ചിട്ട് ഇപ്പൊ തന്നെ ബായ് പറ. ബായ് പറ. ഒരു മൂന്ന് ലിപ്സിലേക്ക് സിജി അമ്മമ്മേ ഫോൺ എന്ന് പറയും.
ഫേസ് അല്ലേ ഫേസ് മാറുണ്ട്. ആണോ? അതെ. അമ്മേടെ ഉണ്ടക്കണ്ണൊക്കെ മാറി. അല്ലല്ല അതിന് തരില്ല. അതെന്തിന്? അമ്മേടെ ഉണ്ടക്കണ്ണും മത്തങ്ങ തലയൊക്കെ മാറി. ബായ് പറയാമോട് പോണതറേ അറിയ ഞങ്ങൾ പോണതറേ ഭക്ഷണം കഴിച്ചാ? വഴുതനങ്ങല്ലേ നല്ല വറുത്തുന്ന വഴുതനങ്ങ പൊതിച്ചോറില് സൂപ്പറായിരുന്നു. നന്നായി മൊരിച്ചില്ല ഞാൻ കറി ഉണ്ടാച്ചിട്ട്. പക്ഷെ മൊരിക്കാണ്ടാവുമ്പോ രസം പറയും. ഞാൻ മൊരിക്കാണ്ട് ഉണ്ടാക്കി. ഞാൻ രസം ഉണ്ടായിരുന്നല്ലോ നല്ല. ശരി കേട്ടാ ബൈ. അങ്ങനെ അമ്മയുടെ നിന്ന് ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ പോകട്ടെ. ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം അച്ഛൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ വാങ്ങിച്ചിട്ട് അത് നന്നാക്കി കൊടുക്കാനായിട്ട്. ഇപ്പൊ സരീഷ് കട അടച്ചിട്ടിരിക്കുന്ന പറഞ്ഞത്. അച്ഛനോട് നമുക്കൊരു അടിപൊളി ചലഞ്ച് ചെയ്യല. ഒരു 12 hours കാർ ഇൻസൈഡ് എന്ന് പറഞ്ഞ സംഭവം പറ്റില്ല എനിക്ക്. നമുക്ക് പിള്ളേരില്ലേ, നമ്മൾ എങ്ങനെ ചെയ്ത് നോക്കണം. അതാണുള്ള ചലഞ്ച്. ട്രൈ ചെയ്ത് നോക്കണം. ഗൈസ്, അപ്പൊ ചേച്ചിയുടെ ഡ്രസ്സ് എങ്ങനെയാണെന്ന് കമന്റ് ചെയ്തിട്ട്. ചേച്ചിക്ക് ഭയങ്കര ആഗ്രഹം. ചേച്ചിട്ട് കണ്ടപ്പോൾ ഡ്രസ്സ് ഇടണം ഭയങ്കര ആഗ്രഹമായിരുന്നു. ഭയങ്കര വെയിലടിക്കുന്ന ഭംഗി കാണില്ല. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ പോകുന്നത് ഇക്കാൻ്റെ കട എന്നുള്ളൊരു കടയിലേക്കാണ് കേട്ടോ. അവിടെ ഞാൻ കല്യാണത്തിന് മുന്നേ ഒരു പ്രാവശ്യം നീലിച്ചേട്ടൻ കൊണ്ടുവന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഏതോ പ്രാവശ്യം വന്നിട്ടുണ്ട്. അതൊരു ചെറിയ കടയാണ്, പക്ഷെ അവിടുത്തെ ഫുഡിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഊണും ബീഫും മീൻ വറുത്തത് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണുള്ളത്. ഊണിൻ്റെ ഒരു 2-3 കൂട്ടാൻ കറിയൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ബീഫ് ഭയങ്കര സ്പെഷ്യലാട്ടോ. അവിടുത്തെ ബീഫ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, നല്ല രുചിയാണ്. അപ്പോൾ ഇതേപോലെ ഒരു കഷ്ണം ഇലയിടും, എന്നിട്ട് കുറച്ച് മീൻചാറുണ്ടാവും, പിന്നെ മോരുണ്ടാവും, പിന്നെ ഇവിടെ വെള്ളത്തിന് പകരം കഞ്ഞിവെള്ളമാണ് തരാം. പിന്നെ ഒരുപാട് ചോറിട്ട് തരും കേട്ടോ. ഒരുപാട് ചോറ് കിട്ടും. എനിക്ക് ഇത് ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചത് എനിക്ക് ഇത്രയധികം തിന്നാൻ പറ്റുമെന്നും. പിന്നെ അപ്പോൾ ഞാൻ കുറച്ച് മോരൊക്കെ എടുത്ത് കുടിച്ചു. നല്ല രസമുണ്ട്, നല്ല എരിവും ഉപ്പൊക്കെ ആയിട്ട്. പിന്നെ നമ്മുടെ കറികളുണ്ട്, ക്യാബേജും പിന്നെ ഒരു അരച്ചുകൂട്ടിക്കറിയും പിന്നെ നെല്ലിക്കച്ചാറാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള മീൻ വറുത്തതും ബീഫോ അങ്ങനെ ചിക്കൻ ആരും പറഞ്ഞാൽ കേട്ടില്ല. ബീഫും പലതരം മീൻ വറുത്തതും അതൊക്കെയാണ് ഞാൻ കേട്ടത്. അപ്പോൾ എനിക്ക് ബീഫിൻ്റെ മണം അവിടെ ചെല്ലുമ്പോഴേക്കും നല്ല നമ്മൾ മൂക്കിക്കിങ്ങനെ തുളച്ച് കയറും. അപ്പോൾ ഞാനൊരു ബീഫ് പറയാൻ പറഞ്ഞു ഹിലിച്ചേട്ടൻ. അങ്ങനെ കഴിച്ചു തുടങ്ങിയിട്ട് അപ്പോൾ എല്ലാ കറികളും നല്ല രസമുണ്ടായിരുന്നു. പൊതുവേ പച്ചക്കറി അല്ലെങ്കിൽ അരച്ചൂട്ട് കറിക്കൊന്നും എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്തതാണ്, പക്ഷേ ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബീഫ് പെട്ടെന്ന് തന്നെ തീർന്നു ഞങ്ങൾ 3 പേരും കഴിച്ചിട്ട്. അപ്പോൾ ഒരു അയില വറുത്തം കൂടിയും പറഞ്ഞു. അപ്പോൾ അയിലയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കണ്ടോ. ഇപ്പം അടുത്ത് ആദ്യമായിട്ടാണ് എൻ്റെ അയില ഇത്രയും ക്ലീനായിട്ട് കാണട്ടെ. അത്ര രുചിയായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 പേരും കൂടി ഫുഡ് കഴിച്ചതിന് 260 രൂപയായത്. അതായത് 2 ചോറും ഒരു ബീഫ് കറിയും പിന്നെ ഒരു അയല വറുത്തം കൂടി കഴിച്ചിട്ട് നമുക്ക് അത്ര രൂപ വന്നുള്ളൂ. ഇതിൽ 2 പ്രാവശ്യം ചോറ് വാങ്ങിച്ച് കഴിച്ചു. അതേ സെറ്റ് കറികളൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടും അത്ര പൈസയുള്ളൂ. അതായത് വയറിന് അറിഞ്ഞെന്നറിയില്ല. അല്ലെങ്കിൽ നമ്മളൊരു കടയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിരിയാണി വാങ്ങിക്കും, സെയിം പൈസ വരും. അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ പൈസ വരും. നമ്മൾക്ക് പകുതി ഞാനൊക്കെ കഴിക്കും പകുതി അതിനുള്ളിൽ ഉണ്ടാവും. എനിക്ക് മട്ടും എനിക്ക് ലാസ്റ്റ് ആകുമ്പോൾ വിഷപ്പതിനെടുത്ത് ഞാൻ ഫുള്ളി ചോറും കഴിച്ചിട്ടേക്ക് മോരും അതേപോലെ തന്നെ കഞ്ഞിവെള്ളവും ആയിരുന്നു. നൈസായിരുന്നു. ഹാപ്പി ആയിരുന്നു. ഇപ്പം അടുത്ത് ഇത്ര ഹാപ്പി ആയിട്ടില്ല പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട്. ഇനി നമുക്ക് അഞ്ചു ചേച്ചിക്ക് ബ്ലൗസ് എടുക്കാൻ പോവാം കേട്ടോ. അച്ഛൻ്റെ ഫോൺ കൊടുക്കാനായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവൻ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്, വീട്ടിലാണെന്ന് പറഞ്ഞെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ അടുത്താണ് ഫോൺ കൊടുക്കാൻ പോണത്. അപ്പം നമ്മൾ ഇതെടുത്ത് കഴിഞ്ഞിട്ടും അവൻ കടയിൽ വന്നിട്ടില്ലെങ്കിൽ അത് അവന് വീട്ടിൽ കൊണ്ട് കൊടുക്കാനുള്ള പ്ലാനിലാണ്. അപ്പം നമ്മളത് കൽപ്പകയിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ടൈപ്പ് ബ്ലൗസാണ് ഞാൻ നോക്കിയത്, കാരണം ആ സാരിയുടെ ബോർഡറിൽ സെയിം തന്നെയായിരുന്നു. അപ്പം എനിക്ക് കൺഫ്യൂഷനായി, കാരണം ഞാൻ വീഡിയോ ആണ് എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ അതിലൊന്ന് സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു വൈറ്റ് ബ്ലൗസ് കൊടുത്തു, കാരണം എനിക്ക് 1-2 സാരികളുണ്ട്. അപ്പോൾ അതിനൊക്കെ കോമൺ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് വൈറ്റ് ബ്ലൗസ് നോക്കി. അപ്പോൾ നമ്മളറിയുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അവിടെ, സ്റ്റാഫുകളൊക്കെ ആയിട്ട്. അവരൊക്കെ വന്ന് നമ്മളടുത്ത് സംസാരിച്ചു. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഏതെങ്കിലും ബ്ലൗസൊക്കെ എടുത്ത് തുണിയെങ്കിലും എടുത്ത് വെക്കാം. കാരണം ഞാൻ ഫുള്ളും അഞ്ച് ചേച്ചിരിക്കുന്നതാണ് ഇടുക ബ്ലൗസുകളൊക്കെ. അല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് ബ്ലൗസുകളൊന്നും ഇല്ല. സാരിയും കുറവായതുകൊണ്ടാണ് എടുക്കാത്തത്. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് എനിക്കൊരു ഭയങ്കര ഒരു മാക്സ് എടുക്കണമെന്നും കുറേ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് പിന്നെ മാക്സ് ഒന്നും ഇട്ടിട്ടില്ല. വണ്ണം കുറവായതുകൊണ്ട് അത് ഇടണ്ടാന്ന് പറയാം എന്നോട് എല്ലാവരും. ഇഷ്ടത്തിന് വേണമെങ്കിൽ ഒരെണ്ണം എടുക്കാം. ഒരെണ്ണം മതി. ഞാനിപ്പോൾ ആ മാക്സ് എടുത്തു കേട്ടോ. നീ ചേട്ടനോട് പറഞ്ഞു നിൻ്റെ ഒരു ആഗ്രഹമല്ല, നീ എടുത്തോ, നല്ല സുഖമല്ല മാക്സ് ഇടാനായിട്ട്. പക്ഷെ എനിക്ക് അത്ര വൃത്തിയില്ല, എന്നാൽ പോലും ഒരു ആഗ്രഹത്തിന് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ കുറക്കത്തിനൊന്നും ഒരു ലക്ഷണമില്ല കേട്ടോ. കൽപ്പകയെന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം 2 ബ്ലൗസ് പീസ് എടുത്തിട്ടുണ്ട്. എനിക്കൊരു വൈറ്റ് കൊടുത്തു, ചേച്ചിക്കൊരു 5-നൊരു ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം എനിക്ക്
വാച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ വാച്ച് തിരിച്ചു വാങ്ങിട്ടുണ്ട്. അല്ലു നിനക്ക് ഉറക്കം വരുന്നുണ്ട്. അവന് നല്ല ഉറക്കം വരുന്നുണ്ട് ഗൈസ്. എന്നിട്ട് അവന് ഉറങ്ങാത്തത്. അല്ലുട്ടാ എന്തിനാ വാശി പിടിക്കണേ? അല്ല മുടി കെട്ടി കാണിച്ചെടുത്ത മുടി കെട്ടിയത് തിരി തിരി നമുക്ക് കാച്ചുകെട്ട് മുടി കെട്ടി വെച്ചത്. കാച്ചുകെട്ട് 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 നമ്മൾ ഫുഡ് കഴിക്കാൻ പോണേക്കാളും മുന്നേ കിളിച്ചാണ്ട് വാച്ച് ഒന്ന് പണിയാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അത് പണിമുടക്കാണ്. ഇപ്പോഴത്തെ വീണ്ടും ശരിയാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോകുന്നത് സരീഷിൻ്റെ വീട്ടിലേക്കാണ്. കാരണം അവൻ കടയിലേക്ക് വന്നിട്ടില്ല ഫുഡ് കഴിച്ചിട്ടും. അപ്പം നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ അല്ലുക്കുട്ടൻ ഉറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു റബ്ബർ ബാൻഡ് കിട്ടിയപ്പോൾ എന്നെ കൊണ്ട് ബാക്കിലെ മുടിയൊക്കെ കെട്ടിപ്പിച്ചിട്ടാണ്. ഇപ്പോൾ ഇവർക്ക് റബ്ബർ ബാൻഡ് കണ്ടിട്ടുണ്ടെങ്കിൽ മുടി കെട്ടാനുള്ള ഒരു സംഭവം അതാണ് വിചാരം. എവിടെ കണ്ടിട്ടുണ്ടെങ്കിലും എടുത്തിട്ട് തരും. നമ്മളുടെ സരീഷിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. സരീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കുറച്ച് വീഡിയോസിലൊക്കെ ഇൻക്ലൂഡഡ് ആണ് അവൻ. നിഖിൽച്ചേട്ടൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. നമ്മൾ ഫോണും സംഭവങ്ങളൊക്കെ ഇവിടെയാണ്. അവൻ്റെ കയ്യിലാണ് നന്നാക്കാൻ കൊടുക്കാൻ വരാറ്. വേറെ ഇത് വേണോ? അച്ഛനെ ചുരുട്ടാ അമ്മയ്ക്ക് അച്ഛനും എന്നിട്ട് പേര് കിളിയുടെ പേരെന്തിട്ടാ? അപ്പം ഇവിടെ ഉണ്ണി മാത്രമുള്ള റിയക്കുട്ടി മാത്രമുള്ള റിയക്കുട്ടിയും സരീഷ് ജോലിക്ക് പോവും. അപ്പം സരീഷിൻ്റെ അമ്മയാണ് റിയക്കുട്ടിനെ നോക്കുന്നത്. സരീഷിൻ്റെ വൈഫ് അലി നമ്മുടെ DDRSൽ വർക്ക് ചെയ്യാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അപ്പോൾ കണ്ടില്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലി ഞങ്ങളുടെ ഫ്രണ്ടാണ്. അപ്പോൾ അവളൊരു 3 മണി 3:30 ആക്കുമ്പോൾ എത്തുണ്ടോ. ഞങ്ങളിപ്പോൾ ഒരു 3 മണി ആയിട്ടുണ്ട് എത്തിയിട്ട്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഒരുപാട് കേക്കിരിക്കണേ. പോയി കാണിക്കണോ? അരി ഓടിക്കുന്നില്ലേ ഇവിടെ വന്ന് അല്ലേ? നീ അതെ സൈഡിൽ മിണ്ടാണ്ടിരുന്നാ മതി. നമ്മുടെ അലി അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കും കേട്ടോ. നമ്മുടെ പിള്ളേരെ ഒന്നാമത്തെ പിറന്നാളിനൊക്കെ ഒന്നാമത്തെ പിറന്നാളിന് രണ്ടാമത്തെ പിറന്നാളിന് അലിയുടെ വക കേക്ക് അടിപൊളിയായിരുന്നു. അടിച്ചെടുക്കാറുണ്ട്. ഞാനിപ്പോ അടിച്ചില്ല. അല്ലെങ്കിൽ കൊറേ നാൾക്ക് ശേഷം ടാങ്ക് കുടിക്കുന്നത്. എവിടെ പോയാൽ ഇല്ല നല്ല സുപരിചിതമാണ്. മാങ്ങല്ല നമ്മളപ്പോൾ അങ്ങനെ ഒരു കേക്ക് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കേക്ക് നല്ല ഫ്രീസായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഒന്നുകൂടി മെട്ടാൻ ശേഷം കഴിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ ഞങ്ങൾ അപ്പുറത്തെ ഒരു ആക്രാന്തത്തിൽ കഴിച്ചു നോക്കിയിട്ടാണ്. അപ്പോൾ അത് കറക്റ്റ് ആയൊരു ഫ്രീസിങ് മോഡിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല കേക്കാണ്. അപ്പോൾ വേണ്ടവർ നമുക്ക് ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ വല്ല ബർത്ത്ഡേ ഫംഗ്ഷൻ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളടുത്ത് മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ എന്താ ഗൈസ്, അപ്പോൾ ഞങ്ങൾ അലീനെ വിളിച്ചു നോക്കിയപ്പോൾ അവൾ ഓൺ ദ വെയിലാന്ന് പറഞ്ഞത്. വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇത്രയും ദൂരം വന്നതല്ലേ, അപ്പോൾ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിലേക്ക് വിളിച്ചു നോക്കിയപ്പോഴാണെങ്കിൽ അയിനൂസ് ചോർമാമൊക്കെ തിന്നിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത്. ഇവിടെയാണെങ്കിൽ ഇവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി രാത്രി ഉറങ്ങുന്ന സമയം നമുക്കറിയില്ല ഗൈസ്, കണ്ടറിയേണ്ടി വരും. ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് വേറൊരു പരിപാടിയില്ല. നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. വീട്ടിൽ പോയിട്ട് പിന്നെ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു എവിടെയോ ഒരു ഫുഡ് എക്സിബിഷൻ നടക്കുന്നുണ്ട്, പെറ്റിയെ നമുക്ക് അങ്ങോട്ട് പോകണമെന്ന്. അല്ലിതാര വണ്ടിയത് നോക്കിയേ. കാറിലിരിക്കല്ലടാ. ഓടിച്ചു ഇരുന്നൊച്ചിന് മോൻ അച്ചിരുന്നാണോടി നീയാ ഇത്ര പേര് തല്ലുണ്ടാക്കണോ? പറയില്ലേ നിന്റെ വണ്ടി. ഹായ് ഹലോ
അമ്മ വന്നു. ഫ്ലിപ്കാർട്ടിൽ സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടോ വരുന്നത്? ഇതൊക്കെ മേടിക്കാൻ പോയിരിക്കുന്നല്ലോ നീ. നിന്നെ കാണില്ല വണ്ടി മാറ്റി തരണം പറഞ്ഞില്ലേ. അമ്മ വരും, വണ്ടി വെച്ചിട്ട് വരും. അമ്മ വരും കണ്ണാ അടിച്ചല്ലേടാ, റോട്ടിൽ പോകരുതിട്ടാ. അങ്ങനെ നമ്മുടെ ഹലി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹലി ആദ്യം തന്നെ വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞത് ഇതൊരു സാധനം ഉണ്ട് തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ വൈനാന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് വൈൻ കുടിക്കാണ്ട് പോകാൻ പറ്റില്ല. അവളുടെ വീട് ശരിക്കും വീട് കണ്ണൂരാണ്. അപ്പോൾ അവിടെ നിന്ന് ചേച്ചി ഉണ്ടാക്കി കൊടുത്താഴ്ചയെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വിചാരിച്ചു. മുന്തിരി വൈനാണ്. ഞങ്ങളുടെ അടുക്കള അതിനപ്പോ എന്താ നിങ്ങൾ അടുക്കളക്ക് മുന്തിരിച്ചാറ് ശരിയാട്ടെ, എന്തോ ഒരു പുകച്ചിലുണ്ടായിരുന്നു. പിന്നെ സാധാരണ മുന്തിരിച്ചാറ് പോലെ തന്നെയുണ്ട്. ഒരു വേറെ പ്രത്യേകിച്ച് ഒരു ഫീലും തോന്നിയില്ല. അപ്പോൾ ഈ 2 ചക്കയെടുത്ത് കാണിക്കാൻ കാരണം ഇത് ഭയങ്കര കുഞ്ഞു മരട്ടെ, മരം എന്ന് പറയാനും കൂടി ആയിട്ടില്ല. അതുമ്മ 1-2 പ്രാവശ്യം താമരച്ചക്ക ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ എനിക്കൊരു ഭയങ്കര അതിശയം തോന്നിയിട്ടാണ്. പിന്നെ ഞങ്ങളിത് അവിടെ നേരെ വന്നിറങ്ങിയപ്പോൾ കൊടുങ്ങല്ലൂർ എത്തിയപ്പോൾ കണ്ടത് നല്ല ചീര വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചോപ്പച്ചീരല്ല ഇഷ്ടം, പച്ചച്ചീരയാണ് ഇഷ്ടം. അപ്പം ചേട്ടൻ പറഞ്ഞു ചീര വാങ്ങിക്കാം, പച്ചച്ചീര വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചേട്ടൻ ചീര വാങ്ങിക്കാൻ പോയിരിക്കുകയാണ്. എല്ലൊക്കെ കുഞ്ഞലിയാണ്, പക്ഷേ വീട്ടിലുണ്ടായ ചീരയാന്ന് തോന്നുന്നു കേട്ടോ. നല്ല ചീരയാണ് കണ്ടിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം. എല്ലാവർക്കും വീട്ടിൽ പച്ചക്കറി ഞങ്ങൾ ഒഴിച്ച് എല്ലാവർക്കും പച്ചക്കറിക്ക് ഒരു പ്രത്യേക താല്പര്യമായതുകൊണ്ട് അതെന്തായാലും വാങ്ങിച്ചിട്ടുണ്ട്. ഇനി പോണ വഴിക്കും നമ്മുടെ അയനൂസിനും കാശിക്കുട്ടിനും പാറക്കുട്ടിനും എന്തെങ്കിലും ഒരു ബേക്കറി ഐറ്റം വാങ്ങിക്കണം. പിന്നെ അതേ പാറുണ്ട് ഡാൻസിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. ടിക്കൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, സ്ലൈഡ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. എനിക്കല്ല, അവൾക്ക് എന്തെങ്കിലുമൊക്കെ നോക്കും. വേറെ സ്ലൈഡ്, പുഴുവല്ലേ അല്ലെങ്കിൽ ഉണ്ട, പിന്നെ മാലൊക്കെ വാങ്ങിക്കും. അപ്പോൾ ഈ ഒരു സ്ലൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ അതിനൊരു പച്ച നോക്കി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും പറയും കല്ല് വെച്ച മോതിരം വേണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു കല്ല് വെച്ചൊരു മോതിരം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ അല്ലുക്കുട്ടനാണെങ്കിൽ പാറി പറന്ന് നടക്കുക, കാരണം കയറാത്തൊരു സ്ഥലമാണല്ലോ, അധികം കയറാത്തൊരു സ്ഥലം. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര അതിശയം നോക്കിക്കുക. പിന്നെ ഈ ഒരു മോതിരം വാങ്ങിച്ചു. പിന്നെ ഞാൻ ഇത് മാലയാണെന്ന് വിചാരിച്ചു, പക്ഷെ ഇത് പാദസരമായിരുന്നു. പിന്നെ വിചാരിച്ചു വേണ്ട, അവളെ കാലിൽ ഒന്നാമത് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു മാല ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അവൾക്ക് വേണ്ടിയിട്ട്. നല്ല ഡ്രസ്സിൽ കാണാനായിട്ട്.